ഡേറ്റിംഗ് ആപ്പുകൾക്ക് പിന്നിലെ ചതിക്കുഴികളുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കാസർഗോഡ് സ്വദേശിയായ 16-കാരനെ നിരവധി പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസ്. LGBTQക്കാർക്കായുള്ള ഗ്രൈൻഡർ എന്ന ആപ്പിലൂടെയാണ് കുട്ടിയെ കോഴിക്കോടും കണ്ണൂരും അടക്കം എത്തിച്ച് പീഡിപ്പിച്ചത്. രാഷ്ട്രീയ നേതാവിന് പുറമെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും RPF ഉദ്യോഗസ്ഥനും കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് റിപ്പോർട്ട്. കുട്ടിക്ക് ഇവർ പണം നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഗൂഗിൾ പേ വഴിയുള്ള ഇടപാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 14 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 10 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഡേറ്റിംഗ് ആപ്പുകളിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നിരിക്കെയാണ് 14-കാരൻ ഗ്രൈൻഡറിൽ രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ആപ്പിലൂടെ പരിചയപ്പെട്ടവരുമായി കുട്ടി സമ്പർക്കം തുടർന്നു. ഡേറ്റ് ചെയ്യുന്നവർക്ക് നേരിട്ട് കാണാനുള്ള അവസരം ആപ്പ് ഒരുക്കാറുണ്ട്. ഇതുപയോഗിച്ചാണ് പ്രതികൾ കുട്ടിയെ നേരിട്ട് കണ്ടത്. കുട്ടി അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്തെത്തുകയും അവിടെ വെച്ച് അവനെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതികളിൽ ഒരാൾ കുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു. കുട്ടിയുടെ അമ്മയെ കണ്ട പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇതിൽ സംശയം തോന്നിയ അമ്മ ചന്തേര പോലീസിന് നൽകിയ പരാതിയാണ് പീഡനത്തിന്റെ ചുരുളഴിച്ചത്. 2 വർഷത്തോളമായി നടന്ന ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ചൈൽഡ് ലൈൻ ഒരുക്കിയ കൌൺസിലിംഗിൽ കുട്ടി വെളിപ്പെടുത്തിയ പേരുകൾ പലതും പ്രമുഖരുടേതായിരുന്നു. രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, റെയിൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ എന്നിവർ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പ്രതികളിൽ പലരും കുട്ടിക്ക് പണം നൽകിയതായും കണ്ടെത്തി. ഓൺലൈൻ വഴിയായിരുന്നു പലപ്പോഴും പണം കൈമാറിയത്. ഈ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് പോലീസിനെ എത്തിച്ചത്. നിലവിൽ 14 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ 5 പേർ കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചന്തേര, വെള്ളരിക്കുണ്ട്, ചീമേനി, നീലേശ്വരം, ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനുകളിലെ ഹൌസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേസിൽ കൂടുതൽ ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കും. ന്യൂസ് മലയാളം, കാസർഗോഡ്.